ഏത് രാഷ്ട്രീയം വന്നാലും ഈ കാണിക്കുന്ന കണ്ടന്റ് ഒന്ന് തന്നെയാണല്ലോ. ഏത് ഗവൺമെന്റ് വന്നാലും ഇവിടെ അഴിമതിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ ഇത് എടുത്തിട്ടുണ്ട്. പക്ഷേ അനിരുദ്ധിൻ്റെ പാട്ടുകൾ മാത്രമേ എനിക്കൊരു പോരായ്മ തോന്നിയിട്ടുള്ളൂ. ആ ട്യൂവിന് വെയിറ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഇതൊന്ന് കണ്ടത് ട്യൂ കാണാൻ വേണ്ടി. പഴയ സിനിമ തിയേറ്ററിൽ നെരുപ്പാണ് കേട്ടോ. ടി വി കാണാൻ സെറ്റപ്പാണ്. ഇന്ത്യൻ തന്നെ ഡിജിറ്റലാണ്, സൂപ്പറായിട്ടുണ്ട്. കൊള്ളായിരുന്നു. കുറേ ഞാൻ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട്, പക്ഷെ നല്ല കൊള്ളായിരുന്നു, നല്ലൊരു സാധനം. പക്ഷേ ലെങ്ത് മാത്രം അത് രണ്ടാമത്തെ വാച്ച് ചെയ്തുകൊണ്ടുള്ള വിഷയമാണ്. നല്ല കൊള്ളാം. തിയേറ്ററിൽ വന്ന് കാണാൻ ആഗ്രഹിച്ചൊരു സിനിമയാണ്. അതിപ്പം കണ്ടതിൽ ഒരുപാട് സന്തോഷം. 3 മണിക്കൂർ 5 മിനിറ്റുള്ള ഫിലിമാണ്. നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇരുന്ന് കാണാൻ പറ്റിയ ഇന്ത്യൻ 2 ഇറങ്ങാൻ പോകണം. അതിന് മുന്നോടിയായി ഇറക്കിയിൽ ഒരുപാട് സന്തോഷം. എല്ലാം അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ യേശുദാസ് സാറിൻ്റെ പാട്ടുകൾ എല്ലാം നല്ല എക്സ്പീരിയൻസാണ്. പിന്നെ ഞാനിത് 96 ഇറങ്ങി, അപ്പോഴും ഞാൻ ജനിച്ചിട്ടില്ല. അത് എനിക്കിപ്പം വന്ന് തിയേറ്ററിൽ കാണാൻ പറ്റും. ഒരുപാട് സന്തോഷമുണ്ട്. കൊള്ളാം, സൂപ്പർ പടം. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് മൂവിയാണ്. കൊള്ളാം, കുഴപ്പമില്ല. 4K കൊള്ളാം, സൗണ്ടും എല്ലാം സെറ്റ് തന്നെ. നല്ല സിനിമയാണ്. കൊള്ളാം. നല്ല ഒരു പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല. ശങ്കറിൻ്റെയും എയർമൻ സാറിൻ്റെയും കമൽ സാറിൻ്റെയും ഒരു കോംബോ അത് എന്നും മക്കൾ മറക്കാത്ത ഒരു സംഭവമാണ്. ഇപ്പോൾ അടുത്ത ഇന്ത്യൻ 2 നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് ഇന്ത്യൻ ഫസ്റ്റിൻ്റെ അത്ര വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. ഒന്നും പറയല്ല, അടിപൊളിയല്ലേ. ഇന്ത്യൻ പറയണ്ട. അന്ന് നമുക്ക് 4-5 വയസ്സാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. തിയേറ്ററിൽ കണ്ടപ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫൈ. എ റഹ്മാനും ശങ്കറും കമൽഹാസൻ്റെ പിന്നെ ലെജൻഡ് അല്ലേ. ആ ലെജൻഡ് തന്നെ. അതിന് ഒരു മാറ്റമില്ല, അടിപൊളിയാണ്. നമുക്ക് ഒരു ബോർ അടിച്ചില്ല, നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അത് ഇപ്പോഴത്തെ ഒരു അന്നത്തെ ജനറേഷനിൽ അത് ആ ഇപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ ഇത് എടുത്തിട്ടുണ്ട്. പക്ഷേ അനിരുദ്ധിൻ്റെ പാട്ടുകൾ മാത്രമേ എനിക്കൊരു പോരായ്മ തോന്നിയിട്ടുള്ളൂ. ആൾ BGM പൊളിക്കായിരിക്കും, പക്ഷേ അതർവൈസ് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പക്ഷേ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി അറിയാം. പിന്നെ കമൽഹാസൻ്റെ ഒറ്റ പേരിൽ ആ പടം ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. ആ ലെജൻഡിൻ്റെ അഭിനയം തന്നെ. അത് അയാൾ തന്നെ ഇത് ചെയ്യണം, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല റോളൊന്നും. പടം അടിപൊളിയാണ് കേട്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതാണ്. കാരണം രാവിലെ ഗജനിയെ കണ്ടായിരുന്നു. ഗജനി എനിക്ക് അതിൻ്റെ റീമാസ്റ്റേർഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അത്ര തിയേറ്റർ എക്സ്പീരിയൻസ് ഇഷ്ടമല്ല. പക്ഷേ ഇത് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച വർഷം ഇറങ്ങിയ സിനിമയാണ്. അത് കുറേ തവണ TV കണ്ടിട്ടുണ്ട്. ശങ്കറിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലൊന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യൻ 2 വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും തിയേറ്ററിൽ കാണുന്നത് നല്ലതായിരിക്കും. എന്തിന് ഈ ഒരു പ്രതീക്ഷ എന്തായാലും നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ആ സമയത്ത് ഇറങ്ങിയ ശങ്കർ പടങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഇത് അന്നത്തെ കാലഘട്ടം, അന്നത്തെ പൊളിറ്റിക്സിന് പറഞ്ഞ സിനിമയാണ്. കാരണം അന്നത്തെ ഏറ്റവും ബ്രില്യൻറ്റ് മൂവിയല്ലേ. അത് എനിക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ 2 വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ മിനി സ്ക്രീൻ മാത്രം കണ്ടവരായിരിക്കുമല്ലോ കൂടുതൽ. അതുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ശങ്കറിൻ്റെ ഫിലിമല്ല പറയുന്നതൊക്കെ. പിന്നെ എ റഹ്മാൻ്റെ സോങ്സ് ആണ് എടുത്ത് പറയേണ്ടത്. അത് ഇത്രയും വർഷം കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നെ ലൈക്ക് 2 വേണ്ടി വെയിറ്റിംഗ് ആണ്. ലൈക്ക് ഞാൻ ഈ സിനിമ 96 ഞാൻ ജനിക്കുന്നത്. അന്ന് ഈ സിനിമ ഇറങ്ങിയിട്ട് ഉള്ളൂ. എനിക്ക് തിയേറ്ററിൽ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും 2 വെയിറ്റിംഗ് ആണ്. എനിക്ക് 2 ശങ്കർ ആയതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. പുള്ളി എങ്ങനെ നിരാശപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല. ശങ്കർ ആയതുകൊണ്ട് 2 വെയിറ്റിംഗ് ആണ്. ആകാം. അത് ഈ പറയുന്ന കണക്ക് ഏത് രാഷ്ട്രീയം വന്നാലും ഈ കാണിക്കുന്ന കണ്ടന്റ് ഒന്ന് തന്നെയാണല്ലോ. ഏത് ഗവൺമെൻറ് വന്നാലും ഇവിടെ അഴിമതിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കണക്ക് കാണിക്കുന്ന കണ്ടന്റ് അത് ഈ എപ്പോഴും വാലിഡ് ആണ്. ആ കണ്ടന്റ് ഇപ്പോഴും അന്നും എല്ലാം വാലിഡ് ആണ്, ഇല്ല കണ്ടന്റ്സ് അല്ല. സോ വെയിറ്റിംഗ് ആണ്. ഈ സിനിമ ഇത് തന്നെ തിയേറ്ററിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. പടം ഒരു വട്ടമെങ്കിലും വന്ന് കാണണം. ആ ട്യൂവിന് വെയിറ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഇതൊന്ന് കണ്ടത് ട്യൂ കാണാൻ വേണ്ടി. അത്ര പ്രതീക്ഷയില്ല, എന്നാലും കാണും എന്തായാലും പോയി. ഇല്ല, ആ ഇന്ത്യന് കൊടുത്ത ഡയലോഗ് ഇത് ഇപ്പോഴും അത് അത്രയും പ്രസക്തിയുള്ളത്. നല്ല ഐക്കോണിക് ഡയലോഗ്. നല്ല സിനിമ, കൊള്ളാം. പണ്ട് കണ്ട അതേ ഫീലിംഗ് തന്നെ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടാൽ ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാം. സെയിം ഫീലിങ്സ്.